നമസ്കാരം. നമസ്കാരം. യുദ്ധകാണ്ഡത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് സേതുബന്ധനത്തിനെ കുറിച്ചാണ്. ഈ സേതുബന്ധനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ ആചാര്യനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രക നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സേതുബന്ധനം. സേതുരാമൻ എന്നൊരു വിശേഷണം കൂടി ശ്രീരാമനുണ്ട്. ശ്രീരാമന് പല പേരുകളുണ്ട്. സാഗരോപമനായ ശ്രീരാമൻ, കല്യാണരാമൻ, പട്ടാഭിരാമൻ, സേതുരാമൻ, കോദണ്ഡരാമൻ എന്നിങ്ങനെ പല പേരുകളിൽ ശ്രീരാമനെ ജ്ഞാനികൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ സേതുബന്ധനത്തിന്റെ പ്രാധാന്യം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. സേതുവാണ് ജീവിതം, അല്ലെ? രാമനാണ് ഇവിടെ സേതു. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും സേതുവിന് പ്രാധാന്യമുണ്ട്. സേതു എന്ന് പറഞ്ഞാൽ അണക്കെട്ട്, അല്ലെ? സേതു. അപ്പൊ രാമനെയാണ് നമ്മളിവിടെ സേതുവായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് രാമൻ സേതു രാമനായി തീർന്നത്. ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിന് സമുദ്രത്തിൽ സേതു ബന്ധിച്ച് രാമനും പരിവാരങ്ങളും ആ ധർമ്മസമരം പൂർണ്ണമാക്കി എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. എന്നാൽ ഈ സേതുബന്ധനത്തിന് മുമ്പ് തന്നെ ശ്രീരാമൻ എന്തുവായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിക്കുന്നു. അതിന് വരുണനെ സേവിക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പാലം പണിയുമ്പോൾ വരുണനെ ഉപാസിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അത് ചെയ്യുന്നത്. ഇന്നുള്ളവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ഉപാസന. വരുണൻ എന്ന് പറയുന്നത് ദേവനാണ്, സമുദ്രത്തിന്റെ ദേവനാണ്, അല്ലെങ്കിൽ അതിദേവതയാണ്. ആ വരുണനെ സേവിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീരാമേന്ദ്ര മഹാപ്രഭു 3 അഹോരാത്രം ദർഭ വിരിച്ച് ഉപാസന നടത്തിയെന്നാണ് പറയുന്നത്. വരുണന്റെ അനുവാദമുണ്ടെങ്കിലേ സേതു ബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ഈ ആർഷധർമ്മത്തിന്റെ ഒരു വേറിട്ട സ്വഭാവമാണ്. അനുജ്ഞ വാങ്ങിക്കുക. ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അനുജ്ഞ വാങ്ങിച്ചതിന് ശേഷമാണ് ആ സൽക്കർമ്മം ചെയ്യേണ്ടത്. അല്ലാതെ അനുജ്ഞയില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കർമ്മവും ചെയ്യുവാൻ പാടില്ല എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കണം. ഇവിടെ ക്ഷത്രിയനായ ശ്രീരാമചന്ദ്രൻ വരുണനോട് അനുജ്ഞ വാങ്ങിച്ച് 3 അഹോരാത്രം ദർഭയിൽ ഉപാസിച്ച് പൂജ നടത്തിയതിനു ശേഷമാണ് ആ മഹാകർമ്മത്തിന് തുടക്കമിടുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. സേതുരാമന്മാരിലൂടെയാണ് നാം ഓരോരുത്തരും ഈ സംസാര സാഗരത്തിന്റെ മറുകര കടക്കുന്നത്. അങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം നമ്മുടെ സനാതന വൈദിക ധർമ്മത്തിൽ എല്ലാ ഭാഗങ്ങളിലും, അത് വേദേതിഹാസ പുരാണങ്ങളിലെല്ലാം ആദി ഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ അർത്ഥതലങ്ങളുണ്ട്. ഇവിടെ ശ്രീരാമനെ നമ്മൾ സൂര്യവംശിയായ രാജാവായിട്ട് കാണുമ്പോൾ പോലും ആ ശ്രീരാമന്റെ യാത്രയിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മനുഷ്യർക്കും, മാനവരാശിക്ക് പൂർണ്ണമായും ഈ സംസാരാർണവത്തിലെ ഈ ദുഃഖസാഗരത്തിൽ നിന്നും കരകയറുന്നതിനുള്ള എല്ലാ ഉപാധികളും നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ സേതുബന്ധനത്തിലൂടെ തന്നെ ആ സേതുബന്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരെല്ലാവരും, അതിൽ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ധർമ്മസമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ശ്രീരാമൻ ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് രാവണനോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ആ പരസ്യമായ യുദ്ധത്തിലൂടെ രാവണവധം നിർവഹിച്ച് തന്റെ ദൗത്യം നിറവേറ്റാമായിരുന്നു എങ്കിൽ പോലും ഇതൊരു വലിയ ധർമ്മസമരമാക്കി മാറ്റുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ ചെയ്തത്. അതിനാണ് ഈ സേതുബന്ധനവുമെല്ലാം. ഇന്നും ആ സേതുവിന് പ്രാധാന്യമുണ്ട്. ഇന്നും ആ സേതു ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. ഇവിടെയുണ്ട്. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ആ സേതുബന്ധനത്തിന്റെ ഒരു ഭാഗം വാൽമീകി രാമായണത്തിൽ പറയുന്നത് വളരെ വളരെ അർത്ഥവത്താണ്. താനി കോടി സഹസ്രാണി
വാനരാണാം മഹൗജസാം ബധ്നന്ത സാഗരേ സേതും ജഗ്മു പാരം മഹോദധേ. താനി കോടി സഹസ്രാണി വാനരാണാം മഹൗജസാം ബധ്നന്ത സാഗരേ സേതും ജഗ്മു പാരം മഹോദധേ. അനേകായിരം കോടി വാനരന്മാര്, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അനേകായിരം, അതാണ് താനി കോടി സഹസ്രാണി. അനേകായിരം കോടി വാനരന്മാര് ഓജസ്സികളായ വാനരന്മാരാണ്, നല്ല കഴിവുള്ളവരാണ്. ഓജസ്സികളായ വാനരന്മാര് സമുദ്രത്തിൽ സേതു ബന്ധിച്ച് മഹാസമുദ്രത്തിന്റെ മറുകര കണ്ടെത്തി എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. മൂലരാമായണത്തിൽ ആലോചിച്ച് നോക്കൂ. രാമന്റെ ഈ ധർമ്മസമരത്തിൽ അനേകായിരം കോടി വാനരന്മാർ പങ്കെടുത്തിരുന്നു എന്ന കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. അതാണ് ആ സേതുബന്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ രാമൻ അവിടെ രാമേശ്വരത്തിൽ ചില കെട്ടി എല്ലാവരുമായിട്ട് പോയി എന്ന് പറയും. പക്ഷെ ഇവിടെ വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് താനി കോടി സഹസ്രാണി. അനേകായിരം കോടി വാനരന്മാര്, ഓജസ്സികളായ വാനരന്മാര് ആ സേതു ബന്ധിച്ച് ആ സമുദ്രത്തിന്റെ മറുകര കണ്ടെത്തി. അവരെ രാവണന്റെ രാജധാനിയിൽ ചെന്ന് രാവണനുമായി യുദ്ധം ചെയ്ത് രാവണവധം ഒരു ശിക്ഷയായി നിർവഹിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് അവർ തിരിച്ച് അയോധ്യയിലേക്ക് എഴുന്നള്ളി. അപ്പൊ അങ്ങനെ നമ്മുടെ രാമായണത്തിലെ എല്ലാ ഭാഗങ്ങളും എടുക്കുമ്പോൾ പോലും ഈ സേതുബന്ധനത്തിന്റെ പ്രാധാന്യം വളരെ വലിയ പ്രാധാന്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സേതുരാമനാണ് നമ്മൾ പൂജിക്കുന്നത്, ഇവിടെ സേതുരാമനെയാണ്. സേതുരാമൻ എന്ന ആ പ്രയോഗം ഇവിടെ അന്വർത്ഥമാവുകയാണ്. രാമൻ എന്ന് പറയുന്നത് ഭക്തന്മാർക്ക്, ഉപാസകന്മാർക്ക് ആത്മാരാമനാണ്. അതുപോലെ സംസാര സാഗരത്തിന്റെ മറുകരടക്കുമ്പോൾ ആ രാമൻ സേതുരാമനാണ്. പട്ടാഭിഷക്തനായ രാമൻ പട്ടാഭിരാമനാണ്, അല്ലേ? അങ്ങനെ കോദണ്ഡരാമനോ ശിക്ഷ കൊടുക്കുന്നവനാണ്, കോദണ്ഡം, ദണ്ഡം. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടാണ് ഇവിടെ സേതുരാമൻ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ എടുത്തു പറയാൻ കാരണം. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ സേതുരാമ സങ്കല്പം നമ്മൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് എല്ലാവരോടും ഉപദേശിക്കുവാനുള്ളത്. ഇത് നമ്മുടെ ജീവിതയാത്രയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഇതുപോലുള്ള സാഗരങ്ങളെ തരണം ചെയ്യേണ്ടി വരും. ദുഃഖസാഗരങ്ങളാണ് തരണം ചെയ്യേണ്ടത്. കാരണം മനുഷ്യ ജീവിതം തന്നെ ദുഃഖ സുരഭിലമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണെങ്കിലും സുഖം മാത്രം നമുക്ക് ലഭിക്കുകയില്ല. സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ആ ദുഃഖ സാഗരത്തെ മറികടക്കുന്നതിന് ഈ സേതുരാമൻ നമുക്ക് തുണയായി ഭവിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ജയ് സീതാറാം. യുദ്ധകാണ്ഡത്തിലെ സേതുബന്ധനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റും എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ സേതുബന്ധനം നമുക്ക് ഒരു ഉൾക്കാഴ്ച തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമസ്തേ